പ്രിയപ്പെട്ടവർക്ക് ഈ ഒരു ലോകത്തോട് വിട പറയാൻ സമയമായിരിക്കുന്നു. ജീവിതം തന്നെ മടുത്തിരിക്കുന്നു. RCCയിൽ പോകുന്ന ചികിത്സയും വേദനയും. അപ്പോ ഞാനാ, അച്ഛനാ. അപ്പോ ആരാണത്? വൃദ്ധസ്ഥാനത്തിലെ ഫോണിൽ നിന്നും കുറെ കഷ്ടപ്പെട്ടിട്ടാ നിന്നെ ഇപ്പൊ വിളിച്ചിട്ട് കുറെ ആയല്ലോ. നിന്റെ അമ്മ പോയപ്പോഴെങ്കിലും നീ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അച്ഛന് തീരെ വയ്യടാ. നമ്മുടെ വീട്ടിൽ താൻ കേറണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കെട്ടിയോൾ അവിടേക്ക് ചെല്ലാൻ അനുവദിക്കുന്നില്ല. അതൊക്കെ പോട്ടെ, ചെറുമക്കളൊക്കെ എന്ത് പറയുന്നു? മോളൂസ് എവിടാ? ഇറ്റ്സ് റോങ് നമ്പർ. അമ്മയ്ക്ക് ഞാൻ അവിടെ നിന്ന് പോവാണ് അമ്മ, ദൂരേക്ക്, ഒരുപാട് ദൂരേക്ക്. നിതിൻ അവനില്ലാണ്ട് എനിക്ക് പറ്റില്ല. ലൈഫ് ലോങ് കൂടെ കാണുമെന്ന് കരുതി, പക്ഷെ അവൻ എന്നെ ഇട്ടിട്ട് പോവാണ്. എനിക്ക് പറ്റില്ല അവനില്ലാണ്ട്. എന്നോട് ക്ഷമിക്കണം അമ്മ. ഇനിയൊരു പക്ഷെ നിതിനായിരിക്കോ? ഹലോ, വാസുകിയല്ലേ? എന്നെ വിളിക്കണമെന്ന് തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരാളെ ഫോൺ ചെയ്യുന്നത്. 4 വർഷത്തെ പ്രണയത്തിന് ശേഷം മരിച്ച് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവളെ എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ആകെ തളർന്നിരുന്നു. അതിനുശേഷം ആശ്വാസമായതും എന്നെ സാന്ത്വനിപ്പിച്ചതൊക്കെ നീയാണ്. നീ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. പക്ഷെ കുറേ നാൾ ഞാൻ എന്നിൽ തന്നെ അടച്ചു മൂടിയിരുന്നു. നിൻ്റെ നമ്പരൊക്കെ പോയിരുന്നു. പഴയ ഡയറിയിൽ എപ്പോഴോ എഴുതി വെച്ചിരുന്നതിനെ വിളിക്കുകയാണ്. നിനക്ക് പിണക്കമായെന്ന് എനിക്കറിയാം. പിണക്കങ്ങളെല്ലാം കളഞ്ഞ് ഇത് നമുക്ക് കണ്ടുമുട്ടണം. നീ എന്താ ഒന്നും പറയാത്തത്? ഹലോ വാസുകി, ഹലോ. 3 വർഷമായി സഹിക്കുന്നു. ഇനി പറ്റില്ല. വേദനകളില്ലാത്ത ലോകത്തേക്ക് പോവുകയാണ്. അല്ല ഡോക്ടർ, ഗുളികയൊക്കെ ഇപ്പോൾ കൃത്യമായി കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇടയെ നല്ല വേദനയുണ്ട്. ജീവിതത്തിലെ സൗകര്യമൊന്നും തിരിച്ചറിയാതെയാണ് അന്ന് ഞാൻ ബൈക്ക് ഓടിച്ചു പോയത്. ഇപ്പം എൻ്റെ 2 കാലുകളും മുറുക്കെ വിട്ടിരിക്കുന്നു. ഇതെല്ലാം ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്നവരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. വേദന കണ്ട് പുളയുമ്പോൾ പെയിൻ കില്ലർ എടുത്താണെങ്കിൽ മടുത്ത്. എന്നാലിപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഹലോ ഡോക്ടർ, ഹലോ. മോളെ, അമ്മോട് ദേഷ്യമാണെന്നറിയാം. മോളെ, അച്ഛനിപ്പോഴും മാറ്റമൊന്നുമില്ല. പഴയ പോലെ തന്നെ കള്ളു കുടിച്ച് വരികയാണ് പതിവ്. വന്ന പിന്നെ പണ്ടത്തെ പോലെ തന്നെയാ, തല്ലുറപ്പ. കുറേ നാളായി സഹിക്കുന്നു. ഒരു നാൾ കയറെടുത്തതാണ്, എന്നാലും പറ്റുന്നില്ല. അങ്ങേരെ കാരണം കള്ളന്റെ ഭാര്യ എന്ന പേര്.
അങ്ങനെ ചെയ്ത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യയല്ല, ജീവിതമാണ് നമ്മെ മോഹിപ്പിക്കേണ്ടത്. ആസ്വദിക്കൂ നമുക്ക് ഈ തന്ന ജീവിതം. ആത്മഹത്യയിൽ നിന്ന് മോചനം നേടൂ.